എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാണ്. റസൂലുള്ള പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാണ്. അവരുടെ രംഗം എങ്ങനെയെന്നറിയുമോ? മനതഖലതി ജാഹുൽ കിബിലാ ജാ യൗമൽ ഖിയാമ സഖലുഹു ബൈന ഐനൈ. ഈ പാപം ചെയ്യാത്ത ഒരാൾ പോലും ഈ സദസ്സിലുണ്ടാകില്ല. ഈ പറയുന്ന പാപം ചെയ്യാത്ത ഒരൊറ്റ മഖ്ലൂഖ് പോലും ഈ സദസ്സിലുണ്ടാകില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്ത പാപമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? അവരേത് രൂപത്തിലാ വരുന്നത്? അവരേത് രീതിയിലാ കടന്നു വരുന്നത്? അവരുടെ നെറ്റിയുണ്ടല്ലോ, അവരുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾക്കിടയില് ഞാനും നിങ്ങളും തുപ്പുന്ന തുപ്പലുകളുണ്ടല്ലോ, ഞാനും നിങ്ങളും കാർക്കിച്ച് തുപ്പുമല്ലോ. ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് അല്ലാഹു കൊണ്ടുവരികയാ. നാളെ ഈ തുപ്പലുകൾ മുഴുവനും നിന്റെ നെറ്റിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ ഭൂമിയിൽ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നിന്റെ നെറ്റിത്തടത്തിൽ അല്ലാഹു കൊണ്ടുവരും. അങ്ങനെ അത് മുഴുവനും ചുമന്നുകൊണ്ട് നാണം കെട്ടവനെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവരാണ് രണ്ടാമത്തെ വിഭാഗം, അവരാണ് രണ്ടാമത്തെ വിഭാഗം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? മുഖം മുഴുവനും നെറ്റിത്തടം മുഴുവനും ദുർഗന്ധമടിക്കുന്ന തുപ്പലുകളും ചുമന്നുകൊണ്ട് കടന്നു വരുന്നവരാരാ? ഇവരെന്തു പാപം ചെയ്തവരാ? ഇവരെന്തു പാപം ചെയ്തവരാ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട്, ഉമ്മാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ പാപം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്ന പാപം നീ ചെയ്തിട്ടുണ്ട്. ഇന്ന് തൗബ ചെയ്യാതെ പിരിയല്ലോ. ഇന്ന് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്യാതെ ഇവിടെ ഒരു മനുഷ്യൻ പോലും പിരിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാ, സഹാബാ, അവര് ചെയ്ത പാപം എന്തെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചില ആൾക്കാർ കടന്നു വരുമ്പോ നമ്മൾ ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നമ്മുടെ കണ്ണിന്റെ ഇടയിൽ ഉണ്ടാകും. നമ്മൾ ഈ ദുനിയാവിൽ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നമ്മുടെ നെറ്റിത്തടത്തിൽ അല്ലാഹു കൊണ്ടുവെക്കും. എന്നിട്ട് അത് ചുമന്നുകൊണ്ട് പുഴുത്തു നാറി ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ ചിലര് നാളെ കോടതിയിൽ കടന്നു വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാരും ഈ പാപം ചെയ്തവരാ, ഒരാളും ഒഴിവാകൂല. ഈ സദസ്സിലിരിക്കുന്ന ഒരാളും ഒഴിവാവില്ല. ഞാനും നിങ്ങളും ഈ പാപം ചെയ്തവരാ. അള്ളാഹിനോട് തൗബ ചെയ്യാതെ പിരിയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവര് ചെയ്ത പാപം എന്തെന്നറിയോ? കിബിലയുടെ നേരെ തുപ്പിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എവിടെ തുപ്പിയവർ? പറ, എവിടും എങ്ങോട്ട് തുപ്പിയവർ? പറ മനുഷ്യ, എങ്ങോട്ട് തുപ്പിയവർ? കിബിലയുടെ നേരെ തുപ്പിയവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ എത്ര പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ നേരെ തുപ്പിയവരാ ഞാനും നിങ്ങളും. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ ഒരു നാണവും ഹാനിലെ തുപ്പലിനെ നിന്നങ്ങ് തുപ്പാ. കിബിലയുടെ നേരെ അല്ലാഹുടെ പള്ളിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജനലിലൂടെ തുപ്പരുത്, കിബിലയുടെ നേരെ തുപ്പരുത്, എഴുതി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കേ, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ എങ്ങോട്ടാ തുപ്പേണ്ടത്? പറ, എങ്ങോട്ടാ തുപ്പേണ്ടത്? നിന്റെ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ഒരാള് തുപ്പേണ്ടത് എവിടേക്കാ? നേരെ മുന്നിലേക്കാണോ, വലതുഭാഗത്തേക്കാണോ, ഇടതുഭാഗത്തേക്കാണോ, ഇനി പുറകിലേക്കാണോ? എങ്ങോട്ടാ തുപ്പണ്ടേ? പറ, എവിടെ? ഇടതുഭാഗത്ത്. ആരാ അപ്പ ഇടതുഭാഗത്ത് തുപ്പണേ?
എടാ നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നീ ഇടതുഭാഗത്തേക്ക് തുപ്പാൻ പാടുള്ളൂ. ബസ്സിനകത്തൊക്കെ ഇരുന്നിട്ട് ഒരൊറ്റ തുപ്പ പടച്ചവനെ പുറയിരിക്കണ പാവപ്പെട്ടവരും മഴത്തുള്ളി വീഴുന്ന പോലെ തുടയ്ക്ക. ചില ചങ്ങാതിമാര് AC ഇട്ട് ഇങ്ങനെ പോകും, ക്ലാസ് ഇങ്ങോട്ട് താപം ഒറ്റ ബൈക്കാരന്റെ തലയിൽ പാവം. ഇടതുഭാഗത്ത് ആരാപ്പ നോക്കണേ? ഞാനോ നിങ്ങളെ ഇടതുഭാഗം നോക്കാറുണ്ടോ? ഇല്ല സഹോദര. കിബിലയുടെ നേരെ തുപ്പുക. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാ എഴുന്നേറ്റ് പോയി തുപ്പാൻ മടി കാരണം പതുക്കെ ഇങ്ങനെ കയ്യില് തുപ്പിയിട്ട് അടിയിലോട്ട് തേച്ച് വെക്കുക. പള്ളിയിലെ നിസ്കാരപ്പായുടെ അടിയിലെ എഴുന്നേറ്റ് പോകാനും മടിയുള്ളവർ ഒന്ന് ആരിച്ചു നോക്കിയ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. ഇനിയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് തുപ്പിയ നീ നാളെ നാണം കെട്ടെ അള്ളാന്റെ കോടതിയിൽ വരൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം, ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഇടതുഭാഗത്തേക്കാണ് സത്യത്തിൽ തുപ്പേണ്ടത്. ഇടതുഭാഗത്തേക്ക് വേണം തുപ്പാൻ. നോമ്പുകാരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എങ്ങോട്ടാ തുപ്പണേന്ന് തന്നെ അറിയില്ല, ഇങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കാം. ഈ ലൂസ് മോഷൻ വന്ന ആൾക്കാരോ ഇങ്ങനെ ഉണ്ടല്ലോ, പറവകൾക്ക് വരുന്നവർ ഇങ്ങനെ തുപ്പി 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 നോമ്പുകാരനാണെന്ന് അറിയിക്കാൻ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ മുഖത്ത് തുപ്പലുകളും ചുമന്നുകൊണ്ട് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം അവര് കിബിലയുടെ നേരെ തുപ്പുന്നവരാ. അല്ലാഹുവേ, അവരാണ് നാളെ പരലോകത്തിലെ രണ്ടാമത്തെ നിന്നിനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.